പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നും നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് നയിക്കുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോമാ ലേഖനം തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ഇന്ന് നമുക്ക് ലൈവായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഒത്തിരി പേര് പിന്നീട് ഇത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പാസ്റ്റർ ബാബുജി ബേബി പ്രാർത്ഥിക്കുമോ? തിരുവല്ലയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചാട്ട്, അല്ലെങ്കിൽ സിസ്റ്റർ സോഫി, രണ്ടുപേരിലായാലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും അപ്പച്ചനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ മുന്നിൽ പാതപീഠത്തെങ്കിൽ ആമേനപ്പ വചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി കാലം നീ ഞങ്ങൾക്ക് നൽകി തരുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദിനം പ്രതി കർത്താവെ പ്രാവർത്തികമാക്കുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ സ്വർഗം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ആമേൻ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവദാസനെ ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ രാത്രികാലം ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാനുള്ള ദൈവകൃപ സ്വർഗം ഉയരത്തിൽ നിന്നും ദാനം ചെയ്യുമാറാകണമേ. ആമേൻ. ഞങ്ങൾക്കത് പഠിക്കുവാനുള്ള കൃപ തരണമേ. ബുദ്ധിയും ജ്ഞാനവും ഒക്കെ സ്വർഗം പ്രകാശിപ്പിച്ച് തരുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ സ്വർഗം പകരുമാറാകണം. ആമേൻ. മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്ന കർത്താവെ, ആമേൻ. കൂടി വരുവാൻ ജോയിൻ ചെയ്യുവാനുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും വീണ്ടും ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ട്. നെറ്റിന്റെ യാതൊരു വിധമാകുന്ന പ്രോബ്ലങ്ങളും ആമേൻ ഉണ്ടാകുവാൻ എന്റെ ദൈവം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപയ്ക്കൊണ്ട് ഞങ്ങളെ പൊതിയണം, മാനവും മഹത്വം എടുക്കണം, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിക്കുവാൻ ദൈവം അവരെയും സഹായിക്കുന്നുവല്ലോ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസിന്റെ അധ്യക്ഷൻ പ്രിയ ലാലിച്ചാൻ, അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ഇത്രയും പേർക്ക് ജോയിൻ ചെയ്യാൻ സഹായിച്ചല്ലോ, അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കാൻ സാഹചര്യമുള്ള ആളുകൾ, സാഹചര്യമുള്ള ആളുകൾ ദയവായി നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയിരിക്കാം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി മുഖവരിയായി ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾ ഈ റോമാലേഖനം നോട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സന്ദേഹം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം പഠിപ്പിക്കുന്ന നോട്ട് അന്നേരം തന്നെ തരുന്നതായിരിക്കും. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് നോട്ട് തരത്തക്ക നിലയിൽ നമുക്ക് വിശദീകരണം കൂടുതൽ ഈ നോട്ട് കുറച്ചായിരുന്നു. അതുകൊണ്ടാണ് നോട്ട് ഇടാഞ്ഞത്. എന്നാൽ അത് കൂട്ടി ഈ ആഴ്ചയിൽ നോട്ട് തരുന്നതായിരിക്കും. തന്നെയുമല്ല, ഞാൻ പഠിപ്പിക്കുന്ന ഈ വിഷയം അതാത് ആഴ്ചയിലെ നോട്ട് പിറ്റേ ദിവസമോ 2 ദിവസം കഴിയുമ്പോൾ തരുന്നതായിരിക്കും, PDF. അതിനുശേഷം ഈ ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫറൻസ് എന്ന നിലയിൽ മറ്റ് ചില നമ്മുടെ നോട്ടിന്റെ കുറച്ചും കൂടി വിശദാംശങ്ങൾ വ്യത്യസ്തമായ നിലയിൽ നമ്മളൊരു ക്യാപ്സൂൾ പരുവത്തിലാണ് പോകുന്നത്. കാരണം ഈ സമയം അധികം ഇല്ല എന്നുള്ളതുകൊണ്ട്. എന്നാൽ കാര്യമായിട്ട് വിശദീകരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്പം കൂടി വിശാലമായ വ്യത്യസ്തമായ നിലയിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് 1-2 നിലയിൽ PDF ഇതിന്റെ പുതിയ നോട്ടുകൾ തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ 2-3 നോട്ട് വ്യത്യസ്തമായ നിലയിൽ അതിന്റെ ഒരു മലയാളത്തിന്റെ ഡിക്ഷണറി, ബൈബിൾ ഡിക്ഷണറി എന്നുള്ള കുറച്ച് ഭാഗം കൂടിയൊക്കെ ഉൾപ്പെടുത്തി ഒരു നോട്ട് വിശാലമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിപ്പിച്ച് നിർത്തിയ കാര്യം അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്.
3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ അതിൽ ചിന്തിച്ചത്. ഒന്ന്, അതൊന്നുകൂടി തൊടുകുറിയായി പറഞ്ഞ ശേഷം ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇന്നും ആമുഖമായി ചില കാര്യം കൂടി ഓർപ്പിച്ച് 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അദ്ദേഹം റോമാസഭ നേരിട്ട് സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ലേഖനം എഴുതുവാൻ. റോമാലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, 15-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യം, 28 വാക്യം, അതാണ് ഈ പറയപ്പെട്ട ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ കാരണത്തിന്റെ തെളിവ് എന്ന് പറയുന്നത്. 2, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, ഉപദേശ സംരക്ഷണം എന്ന നിലയിൽ ആണ് ഈ ലേഖനം എഴുതുന്നത്. കാരണം അക്കാലത്ത് മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചും പരിച്ഛേദനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും അക്കാലത്ത് അതുവരെ യഹൂദ പാരമ്പര്യ വാദികളായിരിക്കുന്ന ആളുകൾ ക്രിസ്തു മാർഗത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴും പിന്നീടും അവരെ പിന്തുടർന്നു വന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ശക്തമായി പ്രതിരോധിക്കാനും, മാത്രമല്ല യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഈ ലേഖനം അങ്ങനെ തന്നെ എഴുതാൻ കാരണം പരിച്ഛേദന കൂടി ആവശ്യമാണ്. അഥവാ പരിച്ഛേദന കൂടാതെ ആരും ഈ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ദൈവമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന പഠിപ്പിക്കലുകൾ വീണ്ടും ശക്തമായി ആ സഭയിൽ ഉയർന്നു വന്നിരുന്നു. അപ്പം വൈവിധ്യമാർന്ന ഉപദേശ ഖണ്ഡിക്കുന്ന പഠിപ്പിക്കലുകൾ ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു 2-ാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു. 3-ാമത്, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരും യഹൂദ ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷം ആശയപരമായിട്ടും അതുപോലെ തന്നെ ചിന്താപരമായിട്ടും ആചാരപരമായിട്ടും ഒക്കെയുള്ള ഈ കോൺഫ്ലിക്റ്റ് അഥവാ ഈ സംഘർഷഭരിതമായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാകുകയും അവരുടെയിൽ ഐക്യത ഉണ്ടാകുവാൻ പൗലൂസ് ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൗലൂസ് തന്റെ ലേഖനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം തന്നെ താൻ പറയുന്നു, ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് താൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള വേർതിരിവുകളോ ഡിസ്ക്രിമിനേഷൻസോ നമുക്കുണ്ടാകാൻ പാടില്ല. വൺ ഹു നോ ദ ക്രൈസ്റ്റ് there is no discrimination at all. ഒരുവൻ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നുള്ളതാണ്. ജാതി എന്ന്, വെദർ ജെന്റൈൽ ഓർ ജൂ എന്നോ യഹൂദനെന്നോ ജാതീയനെന്നോ ഒരു വേർതിരിവുകൾ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 പ്രധാന കാരണങ്ങൾ ലേഖനം എഴുതുവാനുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രവേശിക്കുക, പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നോട്ട് കൃത്യമായി നാളെ തന്നെ അല്ലെങ്കിൽ തരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് എഴുതി വെക്കണമെന്നില്ല. ഞാൻ പറയുന്നത് ഫുട് നോട്ടുകൾ എഴുതുക നിങ്ങൾ. ചിലപ്പോൾ അത് ഒരു പ്രസംഗ വിഷയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രസംഗ വിഷയമായിരിക്കാം. ഇങ്ങനെയുള്ള ചില ചിന്തകളാകാം. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പം ഇതൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് നോട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ റഫ് നോട്ട് അഥവാ ഫുട് നോട്ടൊക്കെ നമ്മൾ എഴുതുന്നത്. ഇനി ശ്രദ്ധിക്കുക, 1-ാമത്തത് പ്രധാനപ്പെട്ട വിഷയം എന്താണ് റോമാലേഖനത്തിന്റെ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്താണ് റോമാലേഖനത്തിന്റെ വിഷയം എന്ന് പറയുന്നത്? അത് ഒന്ന്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ആ വിഷയത്തെ ഒന്ന് വിശദീകരിക്കാം. ക്രിസ്തു വിശ്വാസത്തിന്റെ പഠനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പഠനത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന വിശ്വാസ സംഹിതയെ, വിശ്വാസത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഠിതാവ് തീർച്ചയായിട്ടും ആ പഠിതാവിന്റെ പഠനം സംബന്ധിച്ച് ലഭ്യമായ ആദ്യത്തെ ക്രമീകൃതമായ ദൈവശാസ്ത്ര ചിന്തയെ, ദൈവശാസ്ത്രമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് തിയോളജി റിട്ടൺ ബൈ അപ്പോസ്റ്റൽ പോൾ. പൗലോസിനാൽ എഴുതപ്പെട്ട ഒരു ക്രമീകൃതമായ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് ഇത് നമ്മൾ ഈ റോമാലേഖനം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ വിശ്വാസം സംബന്ധിച്ച് പല വിഷയങ്ങളെ കുറിച്ചുള്ള ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വിഷയം. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ 16 അധ്യായങ്ങളാണ്. നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഞാൻ പറയുന്നു. എല്ലാവരും നമ്മൾ ഇനി അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ പുസ്തകം വായിച്ചിരിക്കണം.
കാരണം എല്ലാ ക്ലാസിന്റെ ഇടയ്ക്കെല്ലാം ഇതിങ്ങനെ വായിപ്പിക്കുക എന്നുള്ളത് അത് ഒരു നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്നൊരു സമയം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ പറയപ്പെടുന്ന ഈ ലേഖനം, റോമാലേഖനം കൃത്യമായി 2, 3, 4, 5 തവണ വായിച്ച് അതൊന്ന് ഹൃദയസ്ഥമാക്കണം. അതൊരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും പരിഗണിക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണോ ക്രമീകൃതമായിട്ട് ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ഈ റോമാലേഖനം ഒന്ന് വായിക്കണം. കാരണം നമ്മൾ അന്നേരം നിങ്ങൾ വായിച്ച് അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുമ്പോൾ പറയപ്പെടുന്ന വിഷയങ്ങൾ പെട്ടെന്ന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇനി ശ്രദ്ധിക്കുക, ഈ 16 അധ്യായങ്ങളിൽ ഇതിനെ പ്രധാനമായി 7 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. 7 ഭാഗങ്ങളായി. ഒന്നുകൂടി പറയുന്നു, പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ക്രമീകൃതമായ സിസ്റ്റമാറ്റിക് തിയോളജി അല്ലെങ്കിൽ ക്രമീകൃതമായ ദൈവശാസ്ത്ര ചിന്തകൾ ക്രോഡീകരിച്ചിട്ടുള്ള 16 അധ്യായങ്ങളെ നമുക്ക് ആ 7 ഭാഗങ്ങളായിട്ട് തിരിക്കാവുന്നതാണ്. ഒന്നാമത്തെ ഭാഗം, നമ്പർ 1, ഇൻട്രൊഡക്ഷൻ, മുഖവരയാണ്. ഇതിൽ ഈ പുസ്തകത്തിന്റെ മുഖ്യ വിഷയം എന്താണെന്ന് പ്രസ്താവിക്കുന്നു. എന്താണ് മുഖ്യ വിഷയം എന്നാണ് ഇതിൽ പ്രസ്താവിക്കുന്നത്. എന്താണ് മുഖ്യ വിഷയം എന്നത് ചോദിച്ചാൽ, യഹൂദനും ജാതിയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷ ലഭിക്കുന്നു എന്നുള്ളതാണ് റോമാലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം, ഇതിവൃത്തം എന്ന് പറയുക. എഴുതിയോ? റോമാലേഖനം 1-ാം അധ്യായം 16, 17 വാക്യങ്ങളാണ്. Whether the Gentile or Jew, those who know the Christ, by faith he can accomplish or achieve the salvation of Christ. One who receive, one who know about the Christ, knowledge of Christ, by faith he can enter the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് ഒരുവൻ ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലമാണ്. Whether the Gentile or Jew, അവൻ യഹൂദനാണോ അല്ലെങ്കിൽ യഹൂദേതരനാണോ എന്നുള്ളതല്ല വിഷയം. ആരാണെങ്കിലും ക്രിസ്തു മൂലമുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷ എന്താണെന്നാണ് വാസ്തവത്തിൽ റോമാലേഖനത്തിന്റെ ഈ പ്രതിപാദ്യ വിഷയം എന്ന് പറയുക. റോമാലേഖനം 1-ാം അധ്യായം 16, 17 വാക്യം ശ്രദ്ധിക്കാം. ഈ പുസ്തകത്തിന്റെ മുഖ്യ ഭാഗം നമ്മൾ അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം അതാണ്, ഇൻട്രൊഡക്ഷൻ. നമുക്കറിയാം, ഈ രക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടികൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു പാർട്ടിഷൻ ചെയ്യപ്പെട്ട, സംവരണം ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി നീക്കിയിരിപ്പ് ആയിട്ടുള്ള ഒന്നല്ല രക്ഷ എന്ന് പറയുന്നത്. അത് യഹൂദനാകട്ടെ ജാതീയനാകട്ടെ. വാസ്തവത്തിൽ ലോകത്തിൽ 2 ജാതിയ ബൈബിളിൽ വിഭാവനം ചെയ്ത 2 ജാതിയാണ്. ഒന്ന് യഹൂദൻ അല്ലെങ്കിൽ ജാതീയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കും രക്ഷ എന്ന് പറയുന്ന ആ മഹത്തരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് സാധ്യമാകുന്നതെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ഇവിടെ റോമാലേഖനത്തിലൂടെ പൗലോസ്. എന്താണ് കാര്യം? യഹൂദനാകട്ടെ ജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകളാകട്ടെ, എല്ലാ ആളുകളുടെയും ജീവിത പശ്ചാത്തലത്തെ സാരമായി ബാധിക്കുന്ന ഒന്ന് അവന്റെ വിശ്വാസമാണ്, അല്ലെങ്കിൽ അവന്റെ കർമ്മമാണ്, അവന്റെ ആചാരമാണ്. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ പരിതസ്ഥിതികളെയും നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരത്തെയും നാം എന്ന വ്യക്തിയെ സാരമായി ബാധിക്കുന്ന എല്ലാ അവസ്ഥകളെയും നമ്മുടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം എന്ന വ്യക്തിയെ പണിയുന്നത് തന്നെ, അല്ലെങ്കിൽ നാം എന്ന വ്യക്തി ജീവിക്കുന്നത് തന്നെ. നമുക്ക് അരുതുകളുടെ ഒരു വലിയ പട്ടികയുണ്ട്. ആകാം, ഡു ആൻഡ് ഡു നോട്ട് എന്ന് പറയുന്ന, ചെയ്യാം ചെയ്യരുത് എന്ന് പറയുന്ന രണ്ട് നിയമങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുക. ചെയ്യാം എന്ന് പറയുന്നതും അനുവദിക്കപ്പെട്ടതാണ്, അനുവദനീയമാണ് എന്ന് പറയുന്നതും അനുവദിച്ചുകൂടാ എന്ന് പറയുന്നതുമായ 2 നിയമങ്ങൾ വലിയ പില്ലർ പോലെ നിൽക്കുകയാണ്. ഇതിന്റെ മധ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് നമുക്ക് പാടില്ല എന്നും ചിലത് നമുക്ക് ചെയ്യാമെന്നും നമ്മൾ എന്ത് ചെയ്യുക? സ്വയം അങ്ങ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുക.
നമ്മളെ ആരും വിലക്കിയിട്ടില്ലൊന്നും, നമ്മളെ ആരും വിലക്കാനും പാടില്ല എന്ന് നമ്മൾ നിഷ്കർഷിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ചിലത് നമുക്ക് ആകാമെന്നും ചിലത് പാടില്ല എന്നും നാം നമ്മെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക ഇനി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അവന് രക്ഷ പ്രാപിക്കണമെങ്കിൽ കർമ്മങ്ങളോ ആചാരങ്ങളോ നേർച്ചകളോ ആണ്ടുകളോ അല്ലെങ്കിൽ അതിന്റെ ആചാരങ്ങളോ ഒന്നും പാടില്ല. അതുകൊണ്ടൊന്നും സാധ്യമാകുന്നില്ല. മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷ, അതാണ് വാസ്തവത്തിൽ എല്ലാവർക്കും മൂലാധാരമായിരിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. വിശദാംശങ്ങളിൽ ഓരോ അധ്യായങ്ങൾ വരുമ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ കാര്യം, സകല മനുഷ്യരുടെയും അനീതി സംബന്ധിച്ചുള്ള അവസ്ഥയെക്കുറിച്ചുള്ളതാണ്. സകല മനുഷ്യന്റെയും അനീതി സംബന്ധിച്ചുള്ള അവസ്ഥയെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യം. റോമാലേഖനം 1-ന്റെ-18 മുതൽ 3-ന്റെ-20 വരെയുള്ള ഭാഗമാണ് നമുക്കത് ചിന്തിക്കാൻ കഴിയുക. എല്ലാവരും പാപി എന്നുള്ളതാണ്. സകല മനുഷ്യരും പാപികളാണ്. സകല മനുഷ്യരും പാപികളാണ്. അതാണ് വാസ്തവത്തിൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആരെയും മാറ്റി നിർത്തുകയോ ആരെയും മഹത്വവൽക്കരിക്കുകയോ ആരെയും പാർശ്വവൽക്കരിക്കുകയോ ഏതെങ്കിലും വ്യക്തികളെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യാതെ സകലരും പാപിയാണെന്നുള്ള ഒറ്റച്ചരടിൽ ചേർത്ത് വെക്കുന്ന, ലോകത്തെ ചേർത്ത് വെച്ച ആ മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് 2-ാം അധ്യായം പറയുക. 2-ാമത്തെ ഭാഗം അഥവാ മനുഷ്യരുടെ അനീതി, അതിന്റെ അവസ്ഥ. ഇനി ശ്രദ്ധിച്ചേ, ഇതിൽ മുമ്പേ പറഞ്ഞ പോലെ യഹൂദന്മാർ വരും, ഭൂമിയിലെ സകല മനുഷ്യരും ഉൾപ്പെടുന്നു എന്നുള്ളത്. സകല മനുഷ്യർ, സകല വ്യക്തികളും ഉൾപ്പെടുന്നു. ഇനി 3-ാമത്തെ കാര്യം, രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വിശദമാകും. രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വിശദമാക്കുന്നു. അത് ക്രിസ്തുവിലൂടെ മാത്രമാണ് ലഭ്യമാകുന്നത് എന്നുകൂടി വിശദമാക്കുക. റോമാലേഖനം 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വാക്യം ഒന്നുകൂടി ഞാൻ പറയുന്നു. റോമാലേഖനം 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെ. എല്ലാ നീതിയുടെയും ഉറവിടം യേശുക്രിസ്തു മാത്രമാണെന്നും ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഏകമാർഗമെന്നും വളരെ വിശദമായിട്ട് 3-ാമത്തെ ഭാഗത്തിൽ വിശദീകരിക്കുകയാണ്. ബൈബിളിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, നഷ്ടപ്പെട്ട മനുഷ്യനെല്ലാം പാപി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയും മാത്രമല്ല, മുദ്ര കുത്തിയിട്ട് ഒരിക്കൽ പോലും അടുത്തുകൂടാ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. അതല്ല, അവന്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞ് ബോധ്യമാക്കിയിട്ട് സഞ്ചരിക്കാനുള്ള, തിരിച്ചു വരാനുള്ള പാത കൂടി വരച്ച് കാണിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അതാണ്, ആ നീതിയാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ നീതി വിശദീകരണങ്ങൾ എന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ന്യായപ്രമാണം സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണം സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ പാപം ചെയ്തു പോയാൽ അല്ലെങ്കിൽ അനീതി ചെയ്തു എന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെല്ലാം വാളെടുത്ത് അവരെ എന്ത് ചെയ്യും? മുടക്കിയിട്ട് പിന്നെ വിശ്വാസത്തിൽ ഉണ്ടോന്ന് പോലും അന്വേഷിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം നമുക്കില്ല എന്നുള്ളത്. ഞാൻ വളരെ ലളിതമായിട്ട്, ആരും കുറ്റം പറയല്ലോ കേട്ടോ, ലളിതമായിട്ട് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം പറയും. പലപ്പോഴും ദൈവത്തിന് നമ്മോടൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ വിശ്വാസത്തിലായിട്ട് പോലും നമ്മൾ ചെയ്യുന്ന എത്രയോ കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലെങ്കിൽ അനീതിയും ഒക്കെ ദൈവത്തിന് നിസ്സാരമായി ക്ഷമിച്ചിട്ട് നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ, നമ്മളൊക്കെ വീണ്ടും നശിച്ചു പോകാതെ ചെറിയ ചെറിയ അടിയൊക്കെ തന്നതൊക്കെ ഏറ്റുവാങ്ങി വീണ്ടും നമ്മളിങ്ങനെ സന്തോഷകരമായി ജീവിക്കുവാനും, ദൈവം നമ്മോട് നമ്മുടെ വിശ്വസ്തതയിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വസ്തതയിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മോട് ചെയ്തിട്ടുള്ള സകല പ്രഖ്യാപനങ്ങളും എന്ന് പറഞ്ഞാൽ സകല വാഗ്ദത്തങ്ങളും നമ്മൾ അനീതിയുള്ളവരാകുമ്പോഴും നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും, ഈ വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും ദൈവം നീതിമാനായതുകൊണ്ടും
ദൈവത്തിന് വാക്കുമാറ്റിക്കൂടാ എന്നുള്ളത് കൊണ്ടും നമുക്ക് ആ നന്മയും അനുഗ്രഹവും ഒക്കെ ലഭിക്കും. ശ്രദ്ധിച്ചേ. അപ്പം നിസാരമായ ഒരു തെറ്റിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും അയിത്തം കൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പിന്നീട് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ യാത്രയെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലും നമുക്കുണ്ടാവുന്നില്ല. അവരെ നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിലോ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ലിസ്റ്റിലോ നമ്മളൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന എഴുത്ത് പലകയിലോ ഒരിക്കൽ പോലും ആ കടലാസിൽ പോലും അവരുടെ എങ്ങും പേര് പോലും കാണില്ല. അതൊക്കെ വെട്ടിക്കളയും. പക്ഷേ പിന്നീട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നു അറിയാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം പോലും പലപ്പോഴും നമുക്കില്ല. അപ്പം ബൈബിൾ വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. നഷ്ടപ്പെട്ടു പോയ പാപം ചെയ്ത മനുഷ്യനെ തക്കതായി ശിക്ഷ കൊടുത്തു. അത് ദൈവത്തിന്റെ നീതിയാണ്. ഇല്ലായെങ്കിൽ ദൈവം അനീതിയുള്ളവനാണ്. പക്ഷേ അവന് മടങ്ങി വരാനുള്ള ഒരു വഴി കൂടി കാണിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ അവന് വേണ്ടി ഈ പദ്ധതി ഒരുക്കുന്നത്. ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും പറയാൻ അല്ലെങ്കിൽ എന്റെ സമയമില്ല. അതുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നില്ല. ഇനി ശ്രദ്ധിച്ചേ. ഇനി മൂന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു. നാലാമത്തെ ഭാഗം യേശുക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള വിശദീകരണമാണ്. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ, പിന്നെ 39 വരെയുള്ള വാക്യം. ചുരുക്കം പറഞ്ഞ 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ, ആ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് ഒരു ബോധ്യമുണ്ട്. അതാണ് നാലാമത്തെ ഭാഗം. ക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന വിശുദ്ധ ജീവിതം. ക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന വിശുദ്ധ ജീവിതം. ശ്രദ്ധിക്കണം. ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച പരാജയങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് നാളെയെക്കുറിച്ചുള്ള ഭീതിയിൽ ഇന്നുകളിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. പലപ്പോഴും നാളെ എന്ന് പറയുന്ന പ്രതീക്ഷയുടെ ഒരു വലിയ പർവ്വതീകരിക്കപ്പെട്ട അവസ്ഥ നമുക്കുണ്ട്. ഒരു നന്മ ഉണ്ടാകും എന്ന് പറയുമ്പോഴും നമ്മളിലെ കുറ്റബോധമോ അല്ലെങ്കിൽ ചെയ്തു പോയ പാപത്തിന്റെ അല്ലെങ്കിൽ തെറ്റുകളുടെ ഒരു വലിയ ഒരു തഴമ്പുകളോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തലുകളോ ഒക്കെ നമ്മളെ ഇന്നുകളിൽ നാളേക്ക് വേണ്ടി ജീവിക്കാൻ എന്ത് ചെയ്യാൻ ഭയപ്പെടുത്തുകയാണ് പലപ്പോഴും. ശ്രദ്ധിക്കുക. എന്നാൽ ക്രിസ്തു ഒരാളെ നീതിമാനാക്കി എണ്ണിയാൽ അവനെ നീതിമാനായി എന്ത് ചെയ്യാൻ പരിഗണിക്കുക. തെളിവുകളുടെ പരിമിതികൾ കൊണ്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രോസിക്യൂഷന് ഈ തെളിവുകൾ നിരത്തി ഇവന്റെ മേലുള്ള കുറ്റാരോപിതമായ വ്യക്തിയുടെ മേലുള്ള കുറ്റം തെളിയിക്കാൻ കഴിയാതെ വരുമ്പോൾ, തെളിവുകളുടെ അഭാവത്താൽ കോടതി ഒരു കുറ്റവാൻ ചെയ്തു പോയ വ്യക്തിയെ അല്ലെങ്കിൽ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയെ വെറുതെ വിടുന്നത് പോലെ എന്ത് ചെയ്യുക, ക്രിസ്തുവിനെ അറിഞ്ഞ ഒരാളെ എന്ത് ചെയ്യുക, ദൈവം നീതിമാനാക്കുകയാണ്. ഈ രക്ഷയുടെ പദ്ധതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അടിമ ചന്തയില് ഈ അടിമകളെ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പദമായത്. ഒന്ന് അഗാരസോ എന്ന് പറഞ്ഞാൽ മൂലപദമാണ്. അഗാരസോ എന്ന് പറഞ്ഞാൽ അടിമച്ചന്തയിലേക്ക് ഒരു അടിമയെ വിൽക്കാൻ കൊണ്ടുവരുന്നു. ഉടമ വാങ്ങിക്കാൻ വേണ്ടി വരുന്നു. ഉടമയും അടിമയും അല്ലെങ്കിൽ ഒരു ഉടമസ്ഥാവകാശമുള്ള ഒരാള് തന്റെ ഉടമസ്ഥാവകാശത്തിൽ പെട്ട ഒരുവനെ അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും. അപ്പോൾ നിലവിലുള്ള ഉടമസ്ഥനും വാങ്ങിക്കാൻ ഏറ്റെടുക്കാൻ വരുന്ന ഉടമസ്ഥനും ഉണ്ടാകും. ഇവർ തമ്മിലുള്ള ആ ക്രയവിക്രയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടിമയെ കൈമാറ്റം ചെയ്യുക. ഇങ്ങനെ എത്തിച്ചേരുന്ന ഒന്നാമത്തെ അവസ്ഥയാണ് അഗാരസോ എന്ന് പറയുന്നത്. രണ്ടാമത്, വില പറഞ്ഞു ഉറപ്പിച്ചു കഴിയുമ്പോൾ അടിമയെ വില കൊടുത്തു മുൻ ഉടമസ്ഥൻ എന്ത് വില പറയുന്നുവോ ആ വില കൊടുത്ത ശേഷം അവനെ അടിമച്ചന്തയിൽ നിന്ന് പുതിയ ഉടമസ്ഥൻ പുറത്തു കൊണ്ടുവരുന്നു. എക്സാഗരസോ എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അടിമച്ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ഇനി ഇപ്പോൾ മുൻകാല ഉടമസ്ഥന് യാതൊരു അവകാശവും ഈ അടിമയിൽ ഇല്ല എന്നിരിക്കെ പുതിയ ഉടമസ്ഥൻ തന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കഴിയുമ്പോൾ തന്റെ പരമാധികാരത്താൽ ഈ അടിമയെ തനിക്ക് വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും അടിമയാക്കി
മുൻപോട്ട് കൊണ്ടുപോകാം. ഇല്ല എങ്കിൽ ഈ അടിമയായിരിക്കുന്നവനെ വെറുതെ വിടാം. അവന്റെ വിവേചനാധികാരമോ പരമാധികാരമാണ് പുതിയ ഉടമസ്ഥന്റെ. അപ്പം അങ്ങനെ ഈ അടിമയെ വിലയ്ക്ക് വാങ്ങി സ്വാതന്ത്ര്യത്തോടുകൂടി അവന്റെ സകല അവകാശങ്ങളും അവന് സ്വന്തമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ അവനെ ഏറ്റെടുക്കുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ അവനെ സ്വീകരിച്ച് അവന്റെ അവകാശമൊക്കെ നീ ആർക്കും അടിമയായിരിക്കണം, നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്ന മൂന്നാമത്തെ അവസ്ഥയ്ക്കാണ് ലൂട്രോ എന്ന് പറയുക. ലൂട്രോ മനസ്സിലായോ? അഗാരസോ, എക്സാഗരസോ, ലൂട്രോ. അപ്പം ഒരുവനെ അടിമച്ചന്തയിൽ കൊണ്ടുവരുന്നു, പണം കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങുന്നു, അവനെ സ്വാതന്ത്ര്യത്തോടെ എന്ത് ചെയ്യുക, വിട്ടയക്കുന്നു. ഈ മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളാണ് വാസ്തവത്തിൽ ഈ പാപവും സംബന്ധിച്ചുള്ളത്. ഒരുവനെ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അടിമച്ചന്തയിൽ ആർക്കും വേണ്ടാതെ പലരും വില പറഞ്ഞ് വിലപേശിപ്പോയ ഈ അടിമയെ ഒരിക്കൽ കർത്താവ് കടന്നു വരുന്നു, എന്ത് ചെയ്യുക, സ്വന്തം വില കൊടുത്ത് വാങ്ങിക്കുന്നു, പിന്നെ അവനെ സ്വതന്ത്രമായി വിട്ടയക്കുന്നു. അപ്പം വാസ്തവത്തിൽ ഒരുവൻ ക്രിസ്തുവിനായി കഴിഞ്ഞാൽ അവന് സാധ്യമാകുന്നത് എന്താണെന്നറിയാമോ? ഒരു വിശുദ്ധ ജീവിതമാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇനി ക്രിസ്തുവിലേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് പഠിപ്പിക്കുന്നത്. വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 1-8 മുതൽ 31 വരെ, 1 മുതൽ 8 വരെ, 8 മുതൽ പിന്നെ 39 വരെ വാക്യങ്ങൾ. ഇനി 5-ാമത്തെ ഭാഗം റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ 11 വരെയും 11-ാം അധ്യായം വരെയും 11-36 വരെ. റോമാലേഖനം 9-ാം അധ്യായം 1-ാം അധ്യായം മുതൽ 11-36 വരെ. ഒന്നുകൂടി ഞാൻ പറയാം. റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 36-ാം വാക്യം വരെയാണ് ഈ 5-ാമത്തെ ഭാഗം. എന്താണെന്നറിയാമോ? അത് യഹൂദന്മാരുടെ രക്ഷ എന്ന് പറയുന്ന ഭാഗം. ശ്രദ്ധിക്കണം, രക്ഷ എന്ന് പറയുന്നത് സർവലൗകികമാണ്, സാർവത്രികമാണ്. ആർക്കും സ്വീകരിക്കാം. രക്ഷ സർവലൗകികമാണ്, സാർവത്രികമാണ്, ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൗലോസിന് വലിയ ആഗ്രഹം, ഏറെ ന്യായപ്രമാണത്തിന് കീഴിൽ കർമ്മങ്ങളും ആചാരങ്ങളും നോയിമ്പുകളും നോറ്റ് യാഗങ്ങളും നടത്തി പാപമോചനത്തിന് വേണ്ടി വൈവിധ്യമാർന്ന മാധ്യമങ്ങൾ തെരഞ്ഞെടുത്ത് അതുവഴി ആത്മശാന്തിക്കുള്ള അല്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വൈവിധ്യമാർന്ന കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്ന യഹൂദൻ കൃത്യമായിട്ട് ക്രിസ്തുവിനെ അറിയണമെന്നും അവർക്ക് ന്യായപ്രമാണമല്ല, വീണ്ടും ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ രക്ഷയറിഞ്ഞ് മുൻപോട്ട് പോകണമെന്നും അവര് നന്നായി ആഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അത് അറിയണമെന്ന് അവർ ആഗ്രഹിച്ചു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 5-ാമത്തെ ഭാഗം യഹൂദന്മാരുടെ രക്ഷയെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. ഇനി ശ്രദ്ധിച്ച് 6-ാമത്തെ ഭാഗം. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ വിശദീകരിച്ച് പഠിക്കാം കേട്ടോ. 6-ാമത്തെ ഭാഗം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യമാണ് പ്രായോഗിക ദൈവശാസ്ത്രം. ലേഖനങ്ങളിലൂടെ ലേഖനകർത്താക്കളെല്ലാം മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ, ക്രിസ്തുവിൽ സാധ്യമാകുന്ന ഒരു ദൈവശാസ്ത്ര ചിന്തകളുടെ, അത് രക്ഷ വരാം, വിശ്വാസം വരാം, പല കാര്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം വിശദീകരണങ്ങളിൽ അത് പ്രായോഗികമായി എങ്ങനെ നമുക്ക് നടപ്പിൽ വരുത്തണം എന്നതിന്റെ വിശദീകരണങ്ങളാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പം റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ 13 വാക്യങ്ങളിലാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ കാര്യം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ ഒന്നാമത്തെ കാര്യം അവിശ്വാസികളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസികൾ വേർപെട്ട് മാതൃകാപരമായി ജീവിക്കണം എന്നുള്ളതാണ്. മാതൃകാപരമായി ജീവിക്കണം എന്നുള്ളത്. അതിന്റെ അർത്ഥം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തു സഭയുടെ അംഗങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലോകത്തിലെ ആരുമായി ഒരു ബന്ധവും പാടില്ല എന്നുള്ളതല്ല. അയൽപക്കക്കാരുമായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മുടെയൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മളൊക്കെ
ഈ ഒരുപാട് വിശാല ചിന്താഗതി ഉണ്ടായിരുന്ന ആളുകൾ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങ് ചുരുങ്ങിപ്പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ ഭൂകമ്പം ഉണ്ടായ മനസ്സിലായി, ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് നേരത്തെയാണെങ്കിൽ അയ്യോ എത്ര പേരാ മരിക്കുന്നത് അല്ലേ, ഇപ്പോഴും നമുക്കുണ്ട് അങ്ങനെ ഒരു വലിയ ഒരു വേദന, ഒരു ആദി നമുക്കുണ്ടാകും. എത്ര പേര് മരിച്ചുപോയി, ആ കെട്ടിടം വീഴുന്നവ കാണുമ്പോൾ നമ്മളെ ചങ്ക് തരും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിലവിളി, യുദ്ധം. പക്ഷേ കുറച്ചും കൂടി നമ്മളൊക്കെ ഒന്ന് ഒരു വേർപെട്ട ജീവിതം നയിക്കുന്നവരെന്നൊക്കെ സ്വയം അഭിമാനിക്കുകയും വിശ്വാസത്തിൽ ശക്തമായി മുൻപോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിനകത്ത് എത്ര പെന്തക്കോസുകാരുണ്ട് എന്നുള്ളതാണ് അല്ലേ, അതിനകത്ത് എത്ര IPC-കാരനുണ്ടെന്നുള്ള, അതിനകത്ത് എത്ര കച്ചക്കോടുകാരൻ. നമ്മുടെയൊക്കെ ഈ വാർത്താ പത്രികളൊക്കെ ഒന്ന് എടുത്തു നോക്കും, നമ്മുടെ ഇറങ്ങുന്ന അതിനകത്ത് ഭൂകമ്പം ഉണ്ടായി 2 പെന്തക്കോസുകാരൻ മരിച്ചു. മനുഷ്യൻ പറ്റുന്നുള്ളതല്ല പ്രശ്നം. 2 IPC-കാരൻ മരിച്ചു, 2 ചർച്ചക്കോടുകാരൻ മരിച്ചു, 2 AG-കാരൻ മരിച്ചു. ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ഒരുപാട് വിശാലപ്പെട്ട്, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ, ലളിതമായിട്ട് പറഞ്ഞത്, പണ്ട് അയ്യോ എന്ന് പറഞ്ഞ് നൊമ്പരപ്പെടുന്ന നമ്മൾ കുറച്ചും കൂടി വേർപെട്ടു ജീവിതം നയിക്കുന്നവരെന്ന് അവകാശപ്പെടുമ്പോൾ, അതിലേക്കൊരു അത്തരത്തിലൊരു സംസ്കാരം നമ്മൾ ഉണ്ടാകുമ്പോൾ, ഒരു ജീവിത ശൈലി ഉണ്ടാകുമ്പോൾ, നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു 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 വിശ്വാസത്തിന്റെ ഒരു സംരക്ഷണ കവചം നമ്മൾ തീർത്തു കഴിയുമ്പോൾ നമ്മൾ വികസിക്കുകയാണോ, നമ്മളിലേക്ക് ചുരുങ്ങുകയാണോ ചെയ്യുന്നത്? ഞാൻ കുറ്റം പറഞ്ഞതല്ലേ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ. നമ്മുടെ പത്രം നോക്കിയാൽ മതിയല്ലോ. വണ്ടി മറിഞ്ഞു, 5 പേര് മരിച്ചു, അതിനകത്തൊരു എന്ത് ചെയ്യുക, ഒരു പെന്തക്കോസ്തുകാരൻ വേണം, നമ്മളെ അറിയിക്കണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ആ തലക്കെട്ട് പോലും നമ്മളിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബോധ്യപ്പെടുത്തുക. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ പരിഗണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, എത്രത്തോളം ഹൃദയവിശാലത നമുക്ക്, മാനസിക ആരോഗ്യം, ഹൃദയാരോഗ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുക. ശ്രദ്ധിക്കുക, നമ്മളതിന്റെ അർത്ഥം ഇവിടെ ആരോടും ഒരു വേർപെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ആരോടും ഒരു ബന്ധം വേണ്ട എന്നുള്ളതല്ല. എല്ലാ ആളുകളുമായിട്ട് ബന്ധം നമുക്കുണ്ടാവും. പക്ഷേ അത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന സകല ബന്ധങ്ങളും നമുക്കുണ്ടാവും, സകല ആളുകളുമായിട്ട്. മനുഷ്യൻ എന്ന ഒരു പരിഗണന, മനസ്സിലായോ? ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എന്നോട് വരുന്നുണ്ടോ? ഞാൻ നോട്ട് തരാവേ. അപ്പൊ നിങ്ങൾ എന്റെ ഈ എന്തുവാ എന്റെ വേദനയോ അല്ലെങ്കിൽ എന്റെ ശൗര്യോ ക്രൗര്യോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ നമ്മളൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു മാത്രം. അപ്പൊ നമുക്ക് വേർപാടുണ്ടാകുക എന്ന് പാർട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ച്, ഇന്നത്തെ ഈ പല ആളുകളും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യമാണെങ്കിലും നമുക്കൊക്കെ പലപ്പോഴും പലതും വേണ്ടെന്ന് വെക്കുന്നതൊക്കെ ഇപ്പോൾ എടുത്താൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. വളരെ അപകടകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു കണ്ണും ഒരു കാതും മാത്രമായി ജീവിക്കാൻ തയ്യാറുള്ളവരാണ് വാസ്തവത്തിൽ. ഇന്ന് വരെ ഒരു നോട്ട് കിട്ടിയില്ലെന്ന് ആരാ പറഞ്ഞല്ലേ? അനിൽ എബ്രഹാം, ഇന്ന് വരെ നോട്ട് കിട്ടിയില്ലേ? ആര് പറഞ്ഞ്? നോട്ടിട്ടായിരുന്നല്ലോ. നമ്മുടെ നോക്കണം കേട്ടോ, ഇത് എല്ലാം ഉണ്ട് അതിനകത്ത്. എന്റെ നോട്ട് നമ്മൾ നോക്കണം, നമ്മൾ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഇന്ന് വരെ ഒരു നോട്ടും കിട്ടിയില്ലെന്ന് പറയരുത്. നമ്മൾ ഇതുവരെ ഉള്ള നോട്ട് അതുണ്ട്, കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട് മാത്രമേ നമ്മൾ തരാവുള്ളൂ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ലേറ്റ് ആകാതെ തരാം, അത് തരാം. ലേറ്റ് ആകാതെ തരണേ കൃത്യം. അല്ല എവിടെയാന്ന് കാണിച്ചേ, മുഖം ഒന്ന് കാണട്ടെ, ആളെ കാണട്ടെ. എവിടെയാണ് ഇരിക്കുന്ന ആള്? ഇല്ലേ? എവിടെയാ? നമ്മൾ ഈ പരിപാടി 2 ക്ലാസിന്റെ ഒരുമിച്ചിട്ടായിരുന്നു അല്ലെ? 2 ക്ലാസിന്റെ ഒരുമിച്ചല്ലേ ഇട്ടെ? നമ്മള് 5ാമത്തെ വർഷമാണ് നമ്മുടെ പരിപാടി. ഗ്രൂപ്പിൽ ഇടും കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ ഈ ബ്രദർ അനിൽ ചേരുന്നതിന് മുമ്പായിരിക്കാം ഇട്ടത് കേട്ടോ. അദ്ദേഹം റീസെന്റ് എനിവേ അത് ഒന്നുകൂടി ഇടുന്നതായിരിക്കും. നോ പ്രോബ്ലം, പഠിപ്പിച്ചു. നിങ്ങളുടെ ഈ ആവശ്യങ്ങളും അപരാധികളും നിങ്ങളുടെ ഈ ഇതൊക്കെ നമ്മള്
ലാസ്റ്റ് നിങ്ങൾ പറയുക. അപ്പം അതിപ്പോ നമുക്ക് ഈ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. നമ്മളിപ്പോ ഇതോടൊപ്പം ഈ 5 വർഷം കൊണ്ട് ഒരു 10,000 1500 പേരെ നമ്മൾ ഇതിനകത്ത് വചനം പഠിപ്പിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടേ. ഇട്ടേക്കാം കേട്ടോ, ലേറ്റ് ആകാതെ തന്നെ ഇട്ടേക്കാം. ശ്രദ്ധിച്ചേ. അപ്പം ഇതാണ് നമ്മുടെ ഈ വേർപെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത്. ഇനി പൗലോസ് പറഞ്ഞ ഈ പ്രായോഗിക ദൈവശാസ്ത്ര മറ്റൊരു കാര്യം മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളതാണ്. മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളതാണ്. പോട്ടെ, ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അടുത്ത കാര്യം, രാജ്യത്തിന്റെ ഭരണകർത്താക്കളുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പൗലോസ് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. രാജ്യത്തിന് നിയമങ്ങൾ, നിയമാവലികൾ, അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കിവിടെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ തന്നെ ആധാർ കൃത്യമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. വോട്ടവകാശം കൃത്യമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. പാസ്പോർട്ടിന് വേണ്ടിയുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുന്നതാണ്. എന്തിനേറെ പറയുന്നു, റേഷൻ കടയിൽ വെള്ള, മഞ്ഞ, പിന്നെ അതുപോലെ തന്നെ നീല കാർഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്നും ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. സർക്കാർ സംവിധാനം വഴി നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ആണെങ്കിൽ പ്രിയദർശനിയിൽ ഒരു ജോലി ഒന്നുമില്ലേലും ചുമ്മാ ആണെങ്കിലും എന്ത് ചെയ്യുക, കയറി ടൗൺ മുഴുവൻ നിന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ. ഞങ്ങളുടെ വഴിക്ക് പോകുന്ന ഈ പ്രിയദർശിനി ഈ ബസ്സിനകത്ത് എന്നാ ഇടിയെന്നറിയാമോ? അതിന്റെ പുറകെ പോകുന്ന ഈ പ്രൈവറ്റ് വണ്ടിക്കകത്തൊന്നും ആളില്ല. ഞങ്ങളുടെ ചർച്ചക്കുറിച്ച് എറണാകുളം ചോദിച്ചപ്പോൾ എവിടെ പോകാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചുമ്മാ ഞാനേ എറണാകുളം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയ, വൈക്കം വരെ ഒന്ന് പോയി. അവിടെ ആരാ? അങ്ങനെയൊന്നും ഇല്ല, വൈക്കം കായലൊക്കെ ഒന്ന് കണ്ട്, പിന്നെ ബഷീറിന്റെ സ്മാരകമൊക്കെ ഒന്ന് കണ്ട് ചുമ്മാ ഒന്ന് ഇറങ്ങി അടിച്ച് രാവിലെ ഒന്ന് ഇറങ്ങി 10 ട്രാക്ടറും ഒക്കെ ആയിട്ട് അവിടെയൊക്കെ ഒന്ന് പോയി ഇറങ്ങി അടിച്ച് തിരിച്ചെന്ത് ചെയ്യാം, പ്രിയദർശിനിയല്ലേ, ഇറങ്ങിയും കയറി ഇറങ്ങി എന്ത് ചെയ്യാം, പോകാം. ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ശക്തമായി നിൽക്കുന്നത് നമ്മളെ പൗരത്വം ഇവിടെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ അവകാശി എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ അന്തേവാസി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നയങ്ങൾ എന്താണെന്ന് കൃത്യമായി, നമ്മുടെ സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും, അവിടെയാണ് ഈ പ്രായോഗിക ജീവിതത്തിന്റെ വിശദാംശങ്ങൾ പൗലോസ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ബന്ധപ്പെട്ട സകല വിഷയങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ഈ 6-ാം ഭാഗം എന്ന് പറയും. ഈ ശ്രദ്ധിക്കുക, 7-ാമത്തെ ഭാഗം ഈ ലേഖനത്തിന്റെ ഉപസംഹാരമാണ്. താൻ എല്ലാവർക്കും, തനിക്ക് പരിചയമുള്ള എല്ലാവരെയും വന്ദനം ചെയ്ത് ലേഖനം എഴുതുന്നത്. പ്രത്യേകിച്ച് പൗലോസ് കൊരിന്തിലാണ് ഇരിക്കുന്നത്. അവിടെയുള്ള വിശ്വാസികളുടെ വന്ദനം അദ്ദേഹം റോമിലെ സഭയെ അറിയിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ യെരുശലേമിലേക്കും സ്പെയിനിലേക്കും ഒക്കെ ഉള്ള യാത്ര അവിടെ പരാമർശിക്കുന്നു. അവസാനം പ്രാർത്ഥനയും ആശീർവാദത്തോടുകൂടി ഈ ലേഖനം അവസാനിപ്പിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം 14 മുതൽ 16-26 വരെയുള്ള വാക്യങ്ങൾ. ശ്രദ്ധിക്കുക, ഇതാണ് ഈ 7 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുക പൗലോസിന്റെ വിഷയം സംബന്ധിച്ച്. പൗലോസിന്റെ ലേഖനങ്ങളും വിവിധ പ്രദേശങ്ങളുടെ സഭകൾക്കുള്ള എഴുത്തുകളായും ആ സഭകൾ അഭിമുഖീകരിക്കുന്ന സാമൂഹികവും ആത്മീയവും ആയിട്ടുള്ള സകല വെല്ലുവിളികളും, വിശ്വാസികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും പൗലോസ് നിർദ്ദേശിക്കുന്നു. എഴുത്തുകളുടെ വിഷയം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായി റോമാലേഖനം കത്തിൽ ദൈവശാസ്ത്രപരമായ വിശദീകരണങ്ങളാണ് നൽകുന്നത്. അപ്പം ഇതാണ് വാസ്തവത്തിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ അപ്പം ഈ ലേഖനങ്ങളിലൂടെ താൻ വെളിപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ദൈവിക രക്ഷയുടെ ശക്തി, അഥവാ ക്രിസ്തു സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നു വരുന്ന ദൈവിക രക്ഷയുടെ ശക്തി എന്താണെന്ന് ഈ ലേഖനത്തിലെ കേന്ദ്ര വിഷയമായി പൗലോസ് പറയുമ്പോൾ, മനുഷ്യരുടെ രക്ഷയിൽ ദൈവത്തിന്റെ നീതി എന്താണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുക, വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു, മനുഷ്യരുടെ രക്ഷയിൽ ദൈവത്തിന്റെ നീതി എന്താണ്. അപ്പം ഈ ചിന്തകൾ പൗലോസ് പറയുമ്പോൾ രണ്ടായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. ഒന്ന്, പാപിയായ മനുഷ്യർക്ക് എങ്ങനെ രക്ഷയും ദൈവിക നീതീകരണവും പ്രാപിക്കാൻ കഴിയും. ഇതൊരു ഗൈഡ് ബുക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചേ. ഇതൊരു ഹാൻഡ് ബുക്കാണ്. ഒരു പുതിയ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുമ്പോൾ പരിചയമില്ലാത്തതോ അല്ലെ പരിചയമുള്ളതോ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അതുണ്ടാകുന്ന അപ്ഡേറ്റ്സുകൾ, അല്ലെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് ലഭ്യമാകുന്ന ഹാൻഡ് ബുക്ക് പോലെ ഒരു വിശ്വാസി, ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്ക് ലഭ്യമാകുന്ന സകലവിധമായിരിക്കുന്ന രക്ഷയുടെ വിശദീകരണങ്ങളാണ്. അതെങ്ങനെ പ്രാപിക്കാമെന്ന്, എങ്ങനെയായിരിക്കണം അതിന് ലഭ്യമാക്കേണ്ടതെന്ന് വിശദീകരിക്കുന്ന വിശദീകരണങ്ങളാണ് റോമാലേഖനം. ഇനി ശ്രദ്ധിച്ച രണ്ടാമത്തെ കാര്യം,
അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലേഖനങ്ങളിലെ ചിന്തകളൊക്കെ എങ്ങനെയാണ് പൗലോസ് മുൻപോട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവനാമത്തെ മഹത്വത്തിന് വേണ്ടി എങ്ങനെ ദിനംതോറും ജീവിക്കണം. ഈ 7 വിഷയങ്ങളെ ക്രോഡീകരിച്ച് പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ അതിന് 2 പ്രധാനപ്പെട്ട കൈവഴികൾ പെട്ടെന്ന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. ഒന്ന്, പാപിയായ മനുഷ്യർക്ക് എങ്ങനെ രക്ഷയും ദൈവിക നീതീകരണവും പ്രാപിക്കാം. 2, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവനാമ മഹത്വത്തിനായി എങ്ങനെ ദിനംതോറും ജീവിക്കാൻ. ഇതാണ് വാസ്തവത്തിൽ നമുക്ക് ഈ റോമാലേഖനത്തിൽ നിന്നും കാണാൻ കഴിയുക. ഇനി ശ്രദ്ധിക്കാം, റോമാലേഖനത്തിലെ ലേഖനങ്ങളുടെ വിഷയങ്ങളുടെ ഒരു പട്ടിക എന്താ, എങ്ങനെയാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. വിഷയങ്ങളുടെ 7 നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ വിഷയങ്ങളുടെ ഒരു പട്ടിക 1, 2, 3, 4 എന്ന് പറഞ്ഞ് അതിനെ കൃത്യമായി അടുക്കടുക്കായി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു പട്ടിക നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഒന്ന്, എല്ലാ മനുഷ്യരും പാപിയാണ് എന്നതിനാൽ അവർ പാപത്തിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കണം. റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ 3:20, 5:12 മുതൽ 19 വരെ. ഒന്നുകൂടി ഞാൻ പറയാം. എല്ലാ മനുഷ്യരും പാപികളാണ് എന്നതിനാൽ അവർ പാപത്തിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കണം. റോമാലേഖനം 18-ാം അധ്യായം 1:18 മുതൽ 3:20 വരെയും 5-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതാണ് ഒന്നാമത്തെ പട്ടികയിൽ ഒന്നാമത്തെ കാര്യം. എല്ലാവരും പാപിയാണ്, അതുകൊണ്ട് അവർ പാപത്തിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിച്ചേ മതിയാകൂ എന്ന അലംഘനീയമായ ദൈവിക പ്രമാണമാണ് ഒന്നാമത്തെ പട്ടികയിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, റോമാ സഭയിലെ വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകളും വിജാതീയരായ ആളുകളും ഒപ്പം തന്നെ ന്യായപ്രമാണത്തെ കലക്കി കുടിച്ച് അല്ലെങ്കിൽ അതിനെ പ്രമാണിച്ചു വന്ന മുൻകാലങ്ങളിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് കൃത്യമായി എന്താണെന്ന് അറിഞ്ഞ് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് മോശ പോലുള്ള ന്യായപ്രമാണ ദാതാക്കളെ കൂടുതൽ പ്രാമുഖ്യം ജീവിതത്തിൽ കൊടുത്ത് അവരാണ് ശരിയെന്നും അവരുടെ പഠിപ്പിക്കലുകളാണ് ശരിയെന്നും അവരെ പറഞ്ഞതാണ് ശരിയെന്നും അവരെ പറയുന്നത് മാത്രമേ വേദവാക്യമായി ഉള്ളുവെന്നും അവരിലൂടെ ലഭിച്ചത് മാത്രമേ ദൈവിക പ്രമാണമായി അംഗീകരിക്കാൻ പാടുള്ളൂ എന്നും ചിന്തിച്ച ഒരു കൂട്ടം ആളുകൾ, യഹൂദന്മാർ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പട്ടികയിൽ രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്: മോശയുടെ ന്യായപ്രമാണം നല്ലതും വിശുദ്ധമാണ്. ദൈവം നൽകിയതാണല്ലോ, അത് നല്ലതാണ്, വിശുദ്ധമാണ്. എന്തിനു വേണ്ടിയാണ്? സമ്മിശ്രമായ സങ്കരമായ ഒരു ജാതി യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അക്കരയ്ക്ക് പ്രവേശിക്കാൻ വാഗ്ദത്ത നാട്, കാണാത്ത ദേശം എന്ന സുന്ദരമായ നാട്ടിലേക്കുള്ള പ്രവേശനം സിദ്ധിക്കുവാൻ ഇങ്ങനെ സങ്കര സംസ്കാരമുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ കൃത്യമായി ദൈവത്തോട് അടുത്ത് നിൽക്കാതെ സ്വന്തം ജീവിതവാക്യങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്ന ഒരു സങ്കര സംസ്കാരമുള്ള ആളുകളുമായി മുൻപോട്ട് പോകുക ശരിയാവില്ല എന്ന് ദൈവം കണ്ടിട്ട് മോശയ്ക്ക് പ്രമാണം കൊടുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത മൂല്യങ്ങൾക്കും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും ജീവിത വിശുദ്ധിക്കും ദൈവത്തോടടുക്കാനുള്ള മുഖാന്തരമായും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ദൈവിക സംസർഗത്തെ പുനഃസ്ഥാപിക്കുവാനും ഒക്കെ ഒരു മുഖാന്തരമായിട്ട് ന്യായപ്രമാണത്തെ കൊടുത്തു. അത് നല്ലതാണ്, വിശുദ്ധവുമാണ്. ദൈവം തന്റെ കരാങ്കുലികൾ കൊണ്ട് എഴുതിയ വാക്കുകളായതുകൊണ്ട് വിശുദ്ധമാണ്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പാപത്തെ നീക്കാൻ, അതിന് ശക്തിയെ ജയിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമേ കഴിയൂ. ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. 2-ാം അധ്യായം 12 മുതൽ 29 വരെയുള്ള വാക്യം, 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യം, 5-ാം അധ്യായം 20-ാം വാക്യം, 7:1 മുതൽ 25 വരെ, 9-ാം അധ്യായം 30 മുതൽ 10-ാം അധ്യായം 8 വരെയുള്ള വാക്യം. അതാണ് എന്റെ വാക്യം. നിങ്ങൾക്ക് എല്ലാ വാക്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നോട്ട് നമുക്ക് ലഭ്യമാവും. ശ്രദ്ധിക്കാം. ഇനി 3-ാമത്തെ കാര്യം, ദൈവത്തിന്റെ നീതിയാൽ പാപം വിധിക്കപ്പെടുന്നു, രക്ഷ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം. ഈ മനുഷ്യനുമായി ബന്ധത്തിൽ ദൈവത്തോടടുക്കാൻ ദൈവം വച്ചിരിക്കുന്ന ഒരു എന്തായാലും പറയാ, ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന് വെച്ചൊരു പ്രമാണത്തിന്റെ
ആധികാരികമായ രേഖ എന്ന് പറയുന്നത് പാപത്താൽ മലിനപ്പെട്ട മനുഷ്യൻ രക്ഷിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന പാപം വിധിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനെ വിധിക്കപ്പെടണം എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ രക്ഷ നൽകപ്പെടുകയും ചെയ്യും. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളതിന്റെ ഒരു വിഷയങ്ങളെ ഇങ്ങനെ ഒരു പട്ടിക പോലെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മൂന്നാമത് ഇങ്ങനെയാണ് എഴുതേണ്ടത്: ദൈവത്തിന്റെ നീതിയാൽ പാപം വിധിക്കപ്പെടുന്നു, രക്ഷ നൽകപ്പെടുന്നു. 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യം, 5-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യം, 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം, 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം, 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. ഈ ശ്രദ്ധിച്ചേ, ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ വരവോടുകൂടി, ജനനത്തോടുകൂടി, ജീവിതത്തോടുകൂടി വീണ്ടെടുപ്പിന്റെ ഒരു പുതിയ ചരിത്രം ആരംഭിച്ചു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് പട്ടികയിൽ 4-ാം ഭാഗം. ഒന്നുകൂടി ഞാൻ പറയാം: ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി, ഒന്നാമത്തെ വരവോടുകൂടി വീണ്ടെടുപ്പിന്റെ ഒരു പുതിയ ചരിത്രം എന്ത് ചെയ്തു? ഇവിടെ രൂപീകരിക്കപ്പെട്ടു, ആരംഭിക്കപ്പെട്ടു എന്നുള്ളതാണ്. 1-7 മുതൽ 1-1 അധ്യായം 1 മുതൽ 7-ാം വാക്യം വരെ, 3-ാം അധ്യായം 21 മുതൽ 26 വരെ, 5-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 39-ാം വാക്യം വരെ. ശ്രദ്ധിച്ചേ, ഹിസ്റ്ററി മീൻസ് ഹിസ്റ്റോറി. ചരിത്രം എന്ന് പറഞ്ഞാൽ അവന്റെ ചരിത്രം. ഒന്നുകൂടി പറയുന്നു, ചരിത്രം എന്ന് പറഞ്ഞാൽ അവന്റെ ചരിത്രം. അവനെ കൂടാതെ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം. എന്ന് പറഞ്ഞാൽ ലോകത്തെ AD BC നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. രണ്ടായി, ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന ചരിത്രത്തെ രണ്ടായി വിഭജിച്ച് പിന്നീടുള്ള ക്രിസ്തുവിന്റെ മുമ്പുള്ള ചരിത്രം എന്താണ്, ലോകത്തിന്റെ അവസ്ഥ എന്താണ്, ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ജനനത്തിന് മുമ്പും ജനനവുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിന്റെ ചരിത്രം മുഴുവൻ ചമയ്ക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി മീൻസ് ഹിസ്റ്റോറി. അവന്റെ കഥയാണ് വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുക. 5-ാമത്തെ കാര്യം, മനുഷ്യരുടെ പാപമോചനത്തിനായുള്ള ദൈവത്തിലെ രക്ഷാ പദ്ധതി യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമാണ്. അതാണ് പാപപരിഹാര യാഗം. ശ്രദ്ധിച്ചേ, നമുക്കറിയാം ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, അങ്ങനെ അങ്ങ് ഒരു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ സാധാരണ ഒരു അവതാരം എന്ന് പറഞ്ഞ്, അവകാശവാദം പറയുന്ന അവതാരം എന്ന് പറഞ്ഞ് തനിക്ക് അസ്തമിക്കാമായിരുന്നു. എന്നാൽ തന്റെ ജനനത്തിന്റെയും ജീവിതത്തിന്റെയും ആകെ തുക എന്ന് പറഞ്ഞാൽ ഈ മരണമാണ്. എന്ത്? ക്രൂശിലെ മരണം. അപ്പം മനുഷ്യന്റെ രക്ഷാപദ്ധതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം ആണ്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായ യാഗം, അതാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലുത്. അഥവാ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയെ അടുപ്പിക്കുവാൻ ഒരു മധ്യസ്ഥനായി നിന്ന് കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിച്ചത് ക്രിസ്തുവിന്റെ ഈ യാഗമാണ്. നമുക്കറിയാം, ഈ കർമ്മം കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഒന്നും നേടാൻ കഴിയാത്തത് കേവലം വിശ്വാസത്തെ കൊണ്ട് നേടാൻ നമുക്ക് കഴിയുമായിരുന്നത്. നമ്മളൊക്കെ ഏതെങ്കിലും ഈ പാപമോചനത്തിൽ ഒരു പഴയ പോലെ ഒരു കർമ്മം ചെയ്ത് അല്ലെങ്കിൽ യാഗം കഴിക്ക്, വളരെ മുതൽ മുടക്കി ഒരു യാഗം കഴിച്ച് നമ്മളൊക്കെ പാപമോചനം നേടാനുള്ള ഒരു 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 നിയമം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് അതിന് കഴിയുമായിരുന്നു? എത്ര പേർക്ക് കഴിയുമായിരുന്നു? നമുക്കൊക്കെ ഉള്ള സാമ്പത്തിക വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർക്ക് കഴിയുമായിരുന്നു? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മുസ്ലിങ്ങളെ പോലെ ഒരിക്കലെങ്കിലും മക്കയിൽ പോയി അവിടെ സന്ദർശിക്കുകയും കല്ലെറിയുകയും പാപമോചനത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും തിരിച്ചു വരുമ്പോൾ മോക്ഷം ലഭിച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണം എന്നുള്ള വലിയ അദമ്യമായ ആഗ്രഹവും അതൊരു മോക്ഷപ്രാപ്തിയുടെ ഒരു കർമ്മത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് പോലെ, ഹജ്ജിന് പോകുന്നത് പോലെ
ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമായിരിക്കാം, നമുക്ക് സാമർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ശ്രദ്ധിച്ചേ, നമ്മളുടെ സകല പാപങ്ങളെയും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മൾ ആ പാപത്തെ അറിഞ്ഞിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും മറ്റൊരാൾ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് എല്ലാ അർത്ഥത്തിലും, ഒന്നുകൂടി ഞാൻ പറയുന്നു, എല്ലാ അർത്ഥത്തിലും ശരിയായി തിരിച്ചറിഞ്ഞ് ഹൃദയത്തിന് ഇടം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ രൂപാന്തരം, അതിനെയാണ് വാസ്തവത്തിൽ രക്ഷ നമുക്ക് ലഭിച്ചു എന്നൊക്കെ നമുക്ക് അവകാശം പറയാൻ പറ്റുക. പക്ഷേ ഇതൊരു സാധാരണ പ്രോസസ് അല്ല, ഒരു സാധാരണ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിസാരമായി അന്ന് കേട്ട വചനം നമ്മൾ കൃത്യമായി സംസാരിച്ചു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഉയർത്തുന്ന കരം, ഏറ്റുപറയുന്ന വാക്ക് നമ്മൾ സ്വീകരിച്ചു എന്ന് നമുക്ക് ബോധ്യമാകുന്ന കാര്യം, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക്, ട്രാക്കിലേക്ക് നീങ്ങി എന്നത് മാത്രം ഒരു നിസാര കാര്യമായി കരുതരുത്. നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്, നമ്മൾ തൃണവൽഗണിക്കുന്നത്, നമ്മൾ ഉപേക്ഷിക്കുന്നത്, നമ്മൾ പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്നത് എത്രയോ വിലപിടിപ്പുള്ള പലതും ആണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇന്ന് ലോകത്തിന് മുമ്പിൽ വലിയ വിലയേറിയ പലതും നമുക്ക് സാധിക്കാമായിരുന്നത് നമ്മൾ ഈ വിശ്വാസത്തിന്റെ പേരിൽ വേണ്ടെന്ന് വെക്കുമ്പോൾ നമ്മൾ വില കൊടുത്ത് തന്നെയാണ് ഇത് നേടിയതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം ഈ ക്രൂശിലെ യാഗമാണ് വാസ്തവത്തിൽ പാപമോചനത്തോടുള്ള രക്ഷയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1-ാം അധ്യായം 16-ാം വാക്യം മുതൽ 4-ാം അധ്യായം 25-ാം വാക്യം വരെയും, 9-ാം അധ്യായം 30 മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള കാര്യം, വാക്യങ്ങളിലൂടെ വിശദമാക്കപ്പെട്ട ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നീതീകരണം. ഇതൊരു കോടതി വാക്കാണ്, നമുക്കറിയാം, ഇതൊരു കോടതി വാക്കാണ്. ഈ നീതീകരണം എന്ന് പറയുന്നത് ന്യായാധിപൻ, നമ്മുടെ അഡ്വക്കേറ്റും, വാദിയുടെയും പ്രതിയുടെയും അഡ്വക്കേറ്റുമാർ നിന്ന് കാര്യങ്ങൾ വാദിക്കുകയും അതിനു മുമ്പ് പ്രതികളെയും വാദികളെയും പരസ്പരം വക്കീലന്മാർ ചോദ്യം ചെയ്യുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തുകയും തെളിവുകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിക്ക് ബോധ്യമാകുന്ന, ന്യായാധിപന് ബോധ്യമാകുന്ന പല കാര്യങ്ങളുടെയും നിയമം അനുശാസിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെയും ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് പല പ്രാവശ്യം പഠന വിധേയമാക്കി, പല പ്രാവശ്യം ചർച്ചയ്ക്ക് വിധേയമാക്കി, വാദപ്രതിവാദങ്ങൾ നടത്തി ഒരു പ്രതിയെ കുറ്റക്കാരനായിട്ടോ വെറുതെ വിടുകയോ ചെയ്യുന്നത് ഒരു കർമ്മം. ശ്രദ്ധിക്കുക, ന്യായാധിപന്റെ പേനാത്തുമ്പിൽ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ ആനുകൂല്യത്തിൽ ഒരു പ്രതി തെളിവുകളുടെ അഭാവത്തിലോ അല്ലെങ്കിൽ നിയമങ്ങളുടെ ആനുകൂല്യത്തിലോ തെറ്റ് ചെയ്ത ഒരുവൻ രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുക. അവനെ രക്ഷപ്പെടുത്തുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടും ഇന്ന നിയമത്തിന്റെ പേരിലും തെളിവുകളുടെ അഭാവത്തിലും പ്രോസിക്യൂഷൻ ഇന്ന കാരണങ്ങളിൽ പരാജയപ്പെട്ടു പോയത് കൊണ്ടും ഇവന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് ഇന്ന നമ്പറുള്ള ഈ കൾപ്രിറ്റ് അഥവാ ഈ കുറ്റവാളിയെ വെറുതെ വിടാൻ കോടതി ഉത്തരവായിരിക്കുന്നു എന്ന് നിയമം ഉറക്കെ, ആ വിധിന്യായം ഉറക്കെ വായിക്കുമ്പോഴാണ് ഈ കുറ്റവാളി അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത കുറ്റാരോപിതനായിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നത്? പ്രതിക്കൂട്ടിൽ നിന്നും സ്വതന്ത്രനായിട്ട് പുറത്തേക്ക് വരുന്നത്. ശ്രദ്ധിക്കുക, നീതീകരിക്കപ്പെട്ട വ്യക്തിയായി പുറത്തേക്ക് വരിക അല്ലെ? എത്ര നാളത്തെ പ്രോസസ്സാണ്, എത്ര നാളത്തെ പ്രോസസ്. അതിന് ഉപോത്ബലകമായി സ്വീകരിക്കാൻ കഴിയുന്ന നിയമങ്ങളുടെ ഒരു വലിയ പർവ്വതീകരിക്കപ്പെട്ട നിയമങ്ങളുടെ ഒരു ബാഹുല്യം, അല്ലെങ്കിൽ ഒരുപാട് നിയമങ്ങളുടെ പിൻബലം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു നീതിമാനാണെന്ന് കോടതിക്ക് ബോധ്യമായി അവനെ പറഞ്ഞു വിടുന്നത്. ഇനി ശ്രദ്ധിച്ചേ, നമ്മളൊക്കെ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലമാണ്. വിശ്വാസം മൂലം. എന്താണ് വിശ്വാസമെന്നും എങ്ങനെയാണ് വിശ്വാസത്തെ തിരിച്ചറിയേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണല്ലോ, വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക, നമ്മളെ ഈ ഒരു സാധാരണ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയായി ഏതെങ്കിലും ഒരു സഭയുടെ മെമ്പർഷിപ്പിൽ നമുക്ക് പേരുണ്ട്, നമ്മളും ലവി നമ്മളും കൊടുത്തതാണ് കരം, അല്ലെങ്കിൽ ഇപ്പം കരം കൊടുക്കണമല്ലോ, നമ്മുടെ സഭയിൽ കരം കൊടുക്കണം.
ഈ കരം കൊടുത്തതാണ് എന്ന് പറഞ്ഞ ഒരു അംഗമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതിനപ്പുറമായിട്ട് ഞാൻ ക്രിസ്തുവിന്റെ വകയായി തീർന്ന വ്യക്തിയാണ്. അതെങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. ഒരു സാധാരണ കാര്യമാണത്. നമുക്കത് നിസ്സാരമാണ്. അല്ലേ? ലോകത്തിന്റെ സകല വൈദ്യന്മാരെയും പോയി കണ്ടിട്ട് അവസാനം ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം പ്രാർത്ഥനക്കാർ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായി. അങ്ങനെ എന്ത് ചെയ്യുക? ഞങ്ങളെല്ലാം കൂടി സഭ വിട്ട് പോരാൻ പറഞ്ഞു. ഞങ്ങൾ പഴയ സഭ വിട്ടിട്ട് പുതിയ സഭ വന്നു. അന്ന് മുതൽ ഇങ്ങനെ പോവുകയാണ്. പിന്നെയും വചനം പഠിച്ചു, ഇങ്ങനെ പോകുന്നു. നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ടു, സാധനപ്പെട്ടു, പിന്നെ അഭിഷേകം പ്രാപിച്ചു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? സഭയുടെ അങ്ങ് ഒഴുകുകയാണ്. അല്ലേ? നോ. അങ്ങനെ നിസാരവൽക്കരിക്കുമ്പോഴാണ് ഞാൻ എന്ന വ്യക്തി ക്രിസ്തുവിന്റെ വകയായി തീർന്നത് എന്താണെന്ന്, എങ്ങനെയാണെന്ന് നമ്മൾ നിസാരവൽക്കരിക്കുമ്പോഴാണ് പലപ്പോഴും ഇതിനൊന്നും വലിയ വിലയില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാനിതങ്ങ് മാറ്റിവെക്കുമെന്നും ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം അങ്ങോട്ട് വരുന്നില്ല എന്നും, എന്നെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഈ വീട്ടിൽ നിന്ന് ആലോചിച്ചോളാമെന്നും, പിന്നെ ഞാൻ നിങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്നും, നിങ്ങൾ എന്നെ ഒന്ന് മുടക്കിക്ക് ഞാൻ കാണിക്കാം, ഈ ഇന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സഭയുടെ നിയമാവലി അനുസരിച്ച് ഞാൻ വക്കീലിനെ പോയി കണ്ടോളാമെന്നൊക്കെ നമ്മൾ പറയുക. പോട്ടെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളെല്ലാം വളരെ വേദനയോടുകൂടി നിങ്ങൾ ക്രിസ്തുവിന്റെ വകയായി തീർന്നത് എങ്ങനെയെന്നൊന്ന് കൃത്യമായിട്ടൊന്നൊന്ന് ചിന്തിച്ച് നോക്കുകയും, ഒരു തെറ്റും ചെയ്യാത്ത ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി തീരുകയും ആ പാപങ്ങളെല്ലാം എന്ത് ചെയ്യാൻ ചുമന്നുകൊണ്ട് നമുക്ക് പരിഹാരമായി ഒരുവൻ മരിക്കുകയും ചെയ്യുകയും ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയും ചെയ്യുന്ന ഒരുവൻ, അവനുള്ള വിശ്വാസമാണ് ആ വ്യക്തിയിലുള്ള വിശ്വാസം, ആ സത്യത്തിലുള്ള അറിവ്, ആ ബോധ്യം. അത് ഞാനെന്ന വ്യക്തിക്ക് ഉള്ള ഇതൊരു വലിയ പ്രോസസ്സാണ്. ശ്രദ്ധിച്ചേ, ഇതൊരു വലിയ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപിയാണെന്ന് നമുക്ക് ഒന്ന് സമ്മതിക്കുന്ന അവസ്ഥ. എത്ര പേർക്ക് അത് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകും? എന്നാ ബോധ്യം ഉണ്ടാകുന്നത്? നമ്മൾ കേൾക്കുന്ന വചനത്തിൽ നമ്മോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധ്യം, അയ്യോ ഇതാണ് ശരിയെന്ന് നമുക്കെന്ന് ബോധ്യമാകുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തെറ്റുകാരനാണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നമ്മളങ്ങ് സപ്രസ് ചെയ്യുക. നമ്മൾ സ്വയം നീതീകരിക്കാതെ ഞാൻ തെറ്റുകാരനാണ് ഇന്ന കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റുകാരനാണ്, ഈ തെറ്റിനെ എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അപ്പം ഈ ഒരാള് ക്രിസ്തുവിലേക്ക് വരിക, വിശ്വാസം മൂലം വരിക എന്നൊക്കെ പറയുന്നത്, നീതീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. അതിന് വിലയില്ലാത്തതായി നിങ്ങൾ ആരും കാണരുത് എന്നുള്ളത് ഞാൻ വളരെ വിനീതമായി പറയും. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം, നമ്മൾ അങ്ങനെ ക്രിസ്തുവിന്റെ വകയായി തീർന്നു എന്ന്. അതാണ് ഈ 6ാമത്തെ കാര്യം. ഇനി ക്രിസ്തുവിന്റെ ഈ വകയായി തീർന്ന വ്യക്തികൾക്ക് 5-ാം അധ്യായം 1 മുതൽ 8 വരെയും 8-ാം അധ്യായത്തിന് 33 വരെയുള്ള വാക്യം, ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന മഹത്വകരമായ പ്രത്യാശ എന്താണെന്നാണ് ഈ 7ാമത്തെ പട്ടികയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുക. 7ാമത്തെ കാര്യമായിട്ട് ക്രിസ്തുവിലുള്ളവർക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന മഹത്വകരമായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യാശ, അതാണ് 5-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെല്ലാം ഒരു വലിയ ഓട്ടക്കളത്തിലാണ്, നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കെല്ലാം ഒരു കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് പിന്നിൽ നമ്മളൊക്കെ യാത്രകൾ നടത്തിക്കൊണ്ടേയിരിക്കുക, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ഒന്നെങ്കിൽ നമ്മൾ അസ്തമിക്കും, ഇല്ല എങ്കിൽ കർത്താവിന്റെ വരെ നമ്മൾ എടുക്കപ്പെടും. അപ്പം അവസാനം വരെയും ക്രിസ്തുവിനോടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യാശയെ സംബന്ധിച്ചുള്ള ബോധ്യമാണ് വീണ്ടും 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 നമ്മളെ സഞ്ചരിക്കാൻ എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുന്നത്. വീണ്ടും വീണ്ടും മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുക. നിരാശയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും നിരാശയുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളാരും ഈ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞ് പുറകോട്ട് ചുവട് വെക്കാതെ വീണ്ടും സധൈര്യം മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനപ്പുറമായി ഒന്ന് ലഭിക്കാൻ നമുക്കുണ്ടെന്നു. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹം പല രാജ്യങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു കനാലിലൂടെ മുൻപോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പാക്കപ്പല്ല അവർ കണ്ട കാഴ്ച. മുൻപ് അതുവഴി വന്ന ഇനിയുള്ള യാത്രക്കാർക്ക് മുന്നറിയിപ്പായി ചില വാക്കുകൾ അവർക്ക് മുമ്പിൽ തടസ്സമായി നിന്ന ഒരു പാറക്കെട്ടിന്റെ അടുക്കൽ ഇവർ പാക്കപ്പൽ കൊണ്ട് നിർത്തി. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇനിയുള്ള യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പായി, നോ മോർ ബിഹൈൻഡ്, ഇതിനപ്പുറമായി ഒന്നില്ല. മുൻപാരോ വന്നിട്ട് ഈ പാറക്കെട്ട് കണ്ടുപോകാൻ കഴിയാതെ
ഇനി ഇതിനപ്പുറമായ ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ഇവിടെ കൊണ്ട് ഈ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുക എന്നുള്ള മുന്നറിയിപ്പായിട്ട് നോ മോർ ബിഹൈൻഡ് എന്ന് എഴുതി വെച്ചിട്ട് അവർ പോയി. എല്ലാവരും പറഞ്ഞു, കണ്ടോ, ഇതിനപ്പുറമേ ഒന്നില്ല, നമുക്ക് പോയേക്കാം തിരിച്ച്. എങ്ങനെയാണ് ഈ പാറക്കെട്ടിലേക്ക് കയറി ഈ വള്ളം വലിച്ച് അപ്പുറം കയറ്റി വീണ്ടും യാത്ര ചെയ്യുക? സാധ്യമല്ല, തിരിച്ചു പോകാം. അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ വാക്ക്, നോ മോർ ബിഹൈൻഡ്, ഇതിനപ്പുറമായി ഒന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഇതിനപ്പുറമായി ഒന്നില്ല എന്നുള്ളതാണെങ്കിൽ ഇതിനപ്പുറമായി ഒന്നുണ്ട്, നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മൾ ധൈര്യപ്പെടുത്തി എല്ലാവരും കൂടി ഉത്സാഹിച്ച് ഈ കപ്പൽ വലിച്ച് പാറക്കെട്ടിലൂടെ അപ്പുറം കടത്തി അവർ മുൻപോട്ട് യാത്ര ചെയ്തു. അമേരിക്ക കണ്ടുപിടിച്ചു എന്നാണ് കഥ. എന്തിന്റെ വാസ്തവം എത്രത്തോളം ഒരു കഥയാണ്, ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. ശ്രദ്ധിച്ചേ. എന്നിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്തെന്നറിയാമോ? ഈ കണ്ടുപിടുത്തം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ സഞ്ചരിച്ച പാതയിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയാതെ അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടി, തൃണവൽഗണിക്കാൻ, അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി, നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ചില അക്ഷരക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ അക്ഷരക്കൂട്ടം വായിച്ച് ആ സത്യമറിയാതെ മടങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ സുന്ദര ഭൂമിക നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോയിട്ട് ആ വാക്കിനോടുകൂടി ചില വാക്കുകൂടി എഴുതി ഇനിയുള്ള യാത്രക്കാർക്കൊരു മുന്നറിയിപ്പായി, അവർക്കൊരു പ്രചോദനമായി, അവർക്കും ഈ വഴി വന്ന് ഇതിനെ തരണം ചെയ്ത്, ആ തടസ്സത്തെ തരണം ചെയ്ത് ഈ സുന്ദര ഭൂമി കണ്ട് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവർ മടങ്ങി വന്ന് ആ വലിയ പാറയിൽ ആരോ വെള്ള അക്ഷരത്തിൽ എഴുതിയ നോ മോർ ബിഹൈൻഡ് എന്ന വാക്കിലെ നോ അങ്ങ് തൂത്തു കളഞ്ഞു, കറുത്ത പെയിന്റ് അടിച്ചു. ബാക്കി വായിച്ചേ, മോർ ബിഹൈൻഡ്, മോർ ബിഹൈൻഡ്. ഇതാണ് വാസ്തവത്തിൽ പ്രത്യാശ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനപ്പുറമായി ഒന്നുണ്ട്, ഇവിടം കൊണ്ട് അസ്തമിക്കുന്നതല്ല. ആ വലിയ പ്രത്യാശയാണ്, ആ സുന്ദര ഭൂമിയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുൻപോട്ട് പോകുന്നത്. ഇനി ഒരു 3 കാര്യം കൂടി ഉണ്ട്, പെട്ടെന്ന് വായിച്ചു വിടാം. ഒന്ന്, പരിശുദ്ധാത്മാ ശക്തിയാൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ചവർക്ക് ഒരു പുതിയ ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത്, രക്ഷ ദൈവത്തിന്റെ സർവാധികാരത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, എല്ലാ അവന്റെ പദ്ധതി പ്രകാരം സംഭവിക്കുന്നു. അടുത്ത, യഹൂദന്മാരോടും ജാതികളോടുമുള്ള ദൈവിക വാഗ്ദത്തം കൃത്യമായി നിർവഹിക്കുന്നത് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ദൈവത്തിന്റെ കൃപ കാരണം ക്രിസ്തീയ വിശ്വാസികൾ സാൻമാർഗികമായി, ശ്രദ്ധിക്കണം, സാൻമാർഗികമായി പരിശുദ്ധരും അയൽക്കാരോട് സ്നേഹമുള്ളവരും നല്ല പെരുമാറ്റം, നല്ല പൗരന്മാരും അവരുടെ സഹവിശ്വാസികളോട് കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ അവരെ സ്വീകരിച്ച് അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്നവരുമായി തീരണം. ഇങ്ങനെ ഒരു സാൻമാർഗിക പാഠാവലി പോലെ, ഒരു സാരോപദേശങ്ങൾ പോലെ, കഠിനമായ ഉപദേശം പോലെ, കൃത്യമായ അരുളപ്പാട് പോലെ, സഭയുടെ ഒരു 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 മാനുവൽ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ബുക്ക് പോലെ, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവം മനുഷ്യനും തമ്മിലുള്ള ആ സന്തതമായ സഹവർത്തിത്വത്തെ സജ്ജമാക്കുന്ന സുന്ദരമായ ഒരു പാഠ്യപദ്ധതിയാണ് വാസ്തവത്തിൽ റോമാലേഖനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ 16 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് 1-ാം അധ്യായത്തിൽ പ്രവേശിച്ച് മുൻപോട്ട് പോകുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, നോട്ട് നാളെ പകരുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. നമുക്ക് ഈ ഈ ഈ വിഷയത്തെ കൂടുതൽ നിങ്ങൾക്ക്, നമ്മളൊക്കെ ഒരു പറഞ്ഞ് പോവുകയാണ് ക്യാപ്സ്യൂൾ പോലെ, അതിന്റെ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് റോമാലേഖനം വായിക്കണം, പഠിക്കണം. നോട്ടുകളൊക്കെ കൃത്യമായി തരുന്നത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഈ നോട്ടുകൾ മാത്രമല്ല, നിങ്ങൾ എഴുതിയെടുക്കുന്ന എല്ലാ വിഷയങ്ങളെയും. ഈ ഓൺലൈൻ അധ്യാപനം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അവരൊക്കെ കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളോട് പഠിച്ച BTech പഠിച്ച ആളുകൾ MDUവിന് പോയി ചേർന്ന് വീണ്ടും MDU തുടരുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പം ഇതൊരു വളരെ പ്രയോജനപ്പെടുന്ന പഠന പരമ്പരയായതുകൊണ്ടും ആ സീരീസ് ആയിട്ട് നിങ്ങൾ എടുക്കുക, അതിനെ ആ രീതി പരിഗണിക്കുക. നിങ്ങളുടെ പഠനങ്ങളിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി തീരണം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ പഠനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ലഭ്യമാകുന്നത് നിങ്ങൾ എല്ലാ ദിവസവും എഴുതിയെടുക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തിയിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് 10 വാക്ക് ഉണ്ടാക്കുകയും നിങ്ങൾക്ക് നല്ല ഒരു നോട്ട് ഉണ്ടാക്കുകയും നിങ്ങൾക്ക് മറ്റുള്ള മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തും. അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ച് പഠിച്ചു പോവുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പ്രായോഗികമായി ഒന്ന് പരിശീലിക്കാനുള്ള കൂടെ ഒരു ആർജവം നിങ്ങൾ കാണിക്കണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ഇതിനായി പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്നും ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. എല്ലാ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ക്ലാസിന്റെ നോട്ടുകൾ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയില്ല എന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വീണ്ടും അതിന്റെ PDF ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ട്, മലയാളത്തിലുള്ളത്. ദൈവം സഹായിക്കട്ടെ. ഇനി ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ ആവശ്യമാണെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലും തരുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ മാക്സിമം നോട്ടുകൾ തരാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ റെക്കോർഡഡ് യൂട്യൂബ് നമ്മൾ എല്ലാ ദിവസവും ഇടാറുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ഇപ്പോൾ പാസ്റ്റർ മോഹൻ പുന്നൂസ് പ്രാർത്ഥിച്ചാട്ട് അവസാനമായി. ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. മനോഹരമേറിയ രാത്രിയിൽ റോമാലേഖനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതായ വലിയ ദയക്കായി സ്തോത്രം. കർത്താവെ, പഠിച്ചതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ ഒരുപോലെ അനുഗ്രഹിക്കണമേ. പഠിപ്പിക്കുവാൻ കലാസനെ കർത്താവ് ഇത്രത്തോളം ശക്തീകരിച്ച വണ്ടേക്കായി സ്തോത്രം ചെയ്യുന്നു. പഠിച്ചതൊന്നുപോലും നഷ്ടമായി പോകാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ സൂക്ഷിച്ച് കർത്താവിന്റെ മഹത്വമേറിയ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗം സഹായിക്കണം. പ്രത്യേകകാല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അനുഗ്രഹിക്കണമേ. ഞാനും സാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹഷാരി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് താഴ്മയോട് അപേക്ഷിക്കുന്നു. കർത്താവ്, പ്രാർത്ഥനകനായ സ്തോത്രം. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും പ്രത്യേകാൽ ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ വൈകിട്ട് മാത്യു പി തോമസ് ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇനിയും പുതുതായി ജോയിൻ ചെയ്യാനുള്ളവരെ ദയവായിട്ട് എൻകറേജ് ചെയ്യുക. ദൈവം എല്ലാവരും, നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാ ദിവസവും കയറുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.